സമാധാനം പറഞ്ഞ ഈ വേദിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വാക്കുകളെക്കാൾ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുന്ന വിശ്വഗുരുവിന്റെ മഹാത്മാവായ ഒരു മനുഷ്യന്റെ നാമധേയത്തിൽ അധികാര കസേരയിലിരിക്കുന്ന ഒരു മനുഷ്യൻ നാടെങ്ങും നടന്ന് വിദ്വേഷം പറയുന്ന ഒരു മതത്തിന്റെ ജില്ലയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ എന്നെ അതേ ഗുരുവിന്റെ നാമധേയത്തിൽ ജനാധിപത്യവും മാനവികതയും പറയുന്ന ഒരു സദസ്സ് സംസാരിക്കാനായി തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് എന്റെ പ്രാതിനിധ്യമാണ് എന്റെ സന്ദേശമെന്ന്. ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവ് KM സീതി സാഹിബ് ആത്മാഭിമാനത്തെക്കുറിച്ചോ ഞങ്ങളെ പഠിപ്പിച്ച സീതി സാഹിബിന്റെ മണ്ണി. പുതിയ കാലത്തിന്റെ ഏറ്റവും മനോഹരമായ മുദ്രാവാക്യമായിരുന്നല്ലോ അത്. മതമല്ല വിശപ്പാണ് പ്രശ്നമെന്ന് ബഹുമാനപ്പെട്ട സണ്ണി M കപ്പിക്കാട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. കപ്പപ്പുഴുക്ക് തിന്നാ തീരുന്നതല്ല കേരളത്തിന്റെയോ മനുഷ്യന്റെയോ പ്രശ്നമെന്ന്. അത് അസ്തിത്വത്തിന്റെ വിശപ്പാണ്, അത് ആത്മാഭിമാനത്തിന്റെ ആത്മാവിന്റെയൊക്കെ വിശപ്പാണ്. അത് തീരണമെങ്കിൽ പ്രാതിനിധ്യമാണ് മറുപടി. നോക്കൂ, ഇവിടെ മതമല്ല പ്രശ്നം. നമ്മളെല്ലാവരും ഒരേ ജാതിയാണ്. ജാതി എന്നോ അത് ഈ മാവിന്റെ ഒപ്പം കഴിക്കുന്ന ഒരു കുഞ്ഞു പഴമല്ലേ എന്ന് നിസാരവൽക്കരിക്കുന്ന, മതം പുഴുങ്ങി തിന്നാ വിശപ്പ് മാറില്ല കേട്ടോ എന്നിപ്പോഴും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈയിടെ ഒരു സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സംസാരത്തിന്റെ ഭാഗമായിട്ട് അന്ന് സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നെ പുതിയ തലമുറയിൽപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരാൾ കണ്ട് എന്നോട് പറഞ്ഞൊരു വാചകമാണത്. എന്നാ നിങ്ങളൊക്കെ കൂടി കുറെ മതം അങ്ങ് പുഴുങ്ങി തിന്ന്. ഇത് ഭയങ്കര അശ്ലീലാണല്ലോ. മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നു, പ്രാതിനിധ്യത്തെക്കുറിച്ച്, കണക്കെടുപ്പിനെ, ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെയാണല്ലോ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, അവര് ഈ വിശപ്പറിയാത്ത, ആത്മാവിന്റെയോ വയറിന്റെയോ വിശപ്പറിയാത്ത തിന്നു ചീർത്ത ദുർമേനികളാണ്. അവർക്കത് അറിഞ്ഞൂടാ. അവർക്ക് പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള സംസാരം പോലും അസഹനീയമായി തോന്നും. അവരിതിനെല്ലാം കവച്ചു വെക്കുന്നത് ഈ സാമാന്യവൽക്കരണം കൊണ്ടാണ്. ആ സാമാന്യവൽക്കരണമാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് സണ്ണി കപ്പിക്കാടിനെ പോലൊരാളിരിക്കുന്ന ഒരു വേദിയിൽ മതേതരത്വത്തെ പറ്റിയും പ്രാതിനിധ്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആശ്ചര്യം തോന്നി. ഇത്തരം പ്രസംഗങ്ങളെ ഞാൻ പൊതുവെ അനലൈസ് ചെയ്യുന്നത് മൊണ്ണപ്രസംഗങ്ങൾ എന്നാണ്. മൊണ്ണപ്രസംഗം എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം എന്താണ് മൊണ്ണപ്രസംഗം എന്നുള്ളത്. ഗുരു, വിശ്വത്തിന് വെളിച്ചമേകിയ ഗുരു, മുഹമ്മദ് നബിയെ ആഴത്തിൽ മനസ്സിലാക്കിയ ഗുരു, ഗുരു ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മതവിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും നാളുകൾ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ഈ രാജ്യത്തിൽ അപരവൽക്കരിച്ചു പോയിട്ടുള്ള, അരുകുവൽക്കരിച്ചു പോയിട്ടുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ്, ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലൂടെ അവരെ മുന്നോട്ട് നയിക്കാൻ വെമ്പുമ്പോൾ ഇവിടെ ബ്രാഹ്മണ്യ മതത്തിന്റെ ആധിക്യത്താൽ ഇവിടെ സവർണ മേധാവിത്വം നിലനിൽക്കുന്നു. അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും ഡോക്ടർ ഭീമറാവ് അംബേദ്കറും കൂടി നമുക്ക് നേടിത്തന്നിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുരങ്കം വെക്കാൻ രാജ്യത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തി വരുന്ന വർഗീയവത്കരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ നടത്തുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മനുസ്മൃതിയാക്കി മാറ്റാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ഭരണകൂടം. അവിടെയാണ് ഗുരുവിന്റെ പ്രസക്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞ ഗുരു ഈ നാടിന് നൽകിയ വെളിച്ചം എന്താണെന്ന് നമ്മൾ അറിയണം. ഇതാണ് മൊണ്ണപ്രസംഗം. മൊണ്ണപ്രസംഗത്തിന്റെ പ്രത്യേകത ഇതാണ്: വലിയ വാക്കുകൾ ഉണ്ടാകും, അതിഭീകരമായ തത്വചിന്ത ഉണ്ട് എന്ന് നമുക്ക് തോന്നും, ലഘുവായ കാര്യങ്ങളെ ഭീകരവൽക്കരിക്കും. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് ഞാനൊക്കെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. ഈ മൊണ്ണപ്രസംഗങ്ങളെ, നമ്മുടെ നാട്ടിലെ പൊതുവെ സഖാക്കളൊക്കെ നടത്തുന്ന മൊണ്ണപ്രസംഗങ്ങൾ. മാഡം വളരെ വലിയ രീതിയിൽ കുറച്ചു സാഹിത്യ ഭാഷകൾ, സാധാരണക്കാരൻ അങ്ങനെ ഉപയോഗിക്കാത്ത ചില സാഹിത്യ ഭാഷകളും, ഒപ്പം ഗുരുവും നാടിന്റെ ജാതി, പ്രാതിനിധ്യം, ഭരണഘടന ഒന്നും പറയണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറക്കി നിരത്തും, വാരി വെതറും. ഞാൻ പറഞ്ഞതിൽ തന്നെ ഈ അരികുവൽക്കരിക്കപ്പെട്ടു പോയ ദളിതർക്ക് വേണ്ടിയിട്ടും രാജ്യത്ത് നടക്കുന്ന മതവർഗീയതയെക്കുറിച്ചൊക്കെ സംസാരിച്ച പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ മാഡത്തിന്റെ ആക്ഷേപം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന, ആ സംഘടനയുടെ ഇപ്പോഴത്തെ നേതാവ് എല്ലായിടത്തും പോയി വർഗീയത പറയും. സത്യം പറഞ്ഞാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്ന് കരുതിയിട്ടോ, സുകുമാരൻ നായർ പറയുന്നത് കേട്ടിട്ടോ ഈഴവരും നായന്മാരും എല്ലാം അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യുമെന്ന് എന്താത്ര ഉറപ്പ്? പല ഈഴവരും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇഷ്ടമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, അവർക്ക് BJP ആണ് ഇഷ്ടമെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസിന് ഇഷ്ടമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും.
നായന്മാരും അങ്ങനെ തന്നെ. അല്ലാതെ ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ശതമാനം ഉണ്ടാകുമായിരിക്കും, പക്ഷെ എന്നാലും 100% പേരും ഇങ്ങനെയൊന്നും കേൾക്കുന്നവരല്ല. അതുമാത്രമല്ല, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇടക്കുന്ന നിലപാടുകൾ എന്താണ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് സത്യസന്ധമായിട്ട് ഇവർക്കറിയാം. പിന്നെ ചില മൈക്രോ ഫിനാൻസ് കേസ്, പിന്നെ മരുമോന്റെ ചില ഉടായ്പ കേസുകൾ, ധനലക്ഷ്മി ബാങ്കിലെ ചില ഉടായ്പ കേസുകൾ, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ചില നേതാക്കൾ ഇത്തരം സംഘടനകളുടെ മേലെ ഇരിക്കുമ്പോൾ ഭരിക്കുന്നവൻ ആരാണോ അവൻ പറയുന്നിടത്ത് ചിലപ്പോൾ പോയി വാലാട്ടി നിൽക്കേണ്ടി വരും. ആ ഗതികേട് സംഘടനയ്ക്ക് ആ ഗതികേടില്ല, വ്യക്തിക്ക് മാത്രമാണ് ഗതികേട് എന്നത് കൂടി ചേച്ചി മനസ്സിലാക്കുക. സംഘടനയ്ക്കോ ആ സംഘടനയിലെ മറ്റംഗങ്ങൾക്കോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി വർഗീയത അല്ലേ ബഹുരസം പറയുന്നത് മുസ്ലിം ലീഗ് നേതാവും. അതിനിടെ സണ്ണി കാപ്പിക്കാട് കപ്പ പുഴുക്കി തിന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല എന്തൊക്കെയോ, ഇതാണ് മൊണ്ണപ്രസംഗം. കോണയടി എന്ന് പറഞ്ഞാൽ കോണയടി. ഈ മൊണ്ണപ്രസംഗമൊക്കെ കേട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സണ്ണി കാപ്പിക്കാട് ആരാണ് മാഡം? സണ്ണി കാപ്പിക്കാട് ക്രിസ്ത്യാനിയായി. അപ്പോഴാണ് പുള്ളിക്ക് മുൻപുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ നീചമായ ജാതി വ്യവസ്ഥയിലുള്ള ഏതോ ഒരു ജാതിയിൽപ്പെട്ട ഒരാൾക്ക് ജോലി കിട്ടും, ആ ജാതിയിലുള്ള ആളാണെങ്കിൽ. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് സമത്വം ആഗ്രഹിച്ചു പോയ സണ്ണി കാപ്പിക്കാട് തന്റെ ആദർശങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും തിരികെ ഹിന്ദു മതത്തിലേക്ക് വന്നു. ചേട്ടൻ എന്നാൽ ക്രിസ്ത്യാനിയായി തുടരുന്നു. ചേട്ടന്റെ SSLC ബുക്കിൽ അച്ഛന്റെ പേര് മത്തായി, ഇദ്ദേഹത്തിന്റെ SSLC ബുക്കിൽ അച്ഛന്റെ പേര് വേറെന്തോ, അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇത് ഫുള്ള് കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ ഉടായിപ്പും നുണയും കള്ളത്തരങ്ങളും ഒക്കെ ഉള്ള ഒരാൾ ആദർശവാനായിരിക്കുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആദർശവാൻ സത്യസന്ധനായിരിക്കണം. സത്യസന്ധനായിരിക്കണം, പറയുന്ന വാക്കുകളിൽ സത്യസന്ധത വേണം, കാപട്യം ഉണ്ടായിരിക്കരുത്, മറയ്ക്കാൻ പാടില്ല, ആരെയും പ്രീതിപ്പെടുത്താൻ പാടില്ല, മറ്റേ നക്കി തുടക്കുന്ന പരിപാടിയില്ലേ അത് പാടില്ല. പോട്ടെ, ഇനി മാഡത്തിലേക്ക് വരാം. മാഡത്തിന്റെ പാർട്ടിയിലെ സീതി ഹാജി എന്തോ പറഞ്ഞെന്നോ, അല്ലെ എന്റെ പഴയ പാണക്കാട് തങ്ങൾ എന്തോ പറഞ്ഞു. ഈ വർഗീയ വിഷയങ്ങളെല്ലാം എന്ത് പറഞ്ഞു എന്നാ മാഡം പറയുന്നത്? ഇല്ലാത്ത അലങ്കാരങ്ങളൊന്നും ചാർത്തി കൊടുക്കണ്ട. ഇന്ത്യ മഹാരാജ്യത്തിനെ വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ആക്കിയതിന് പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ അതൊരു മുസ്ലിം ലീഗ് ആണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് പറയും ആ മുസ്ലിം ലീഗ് വേറെ മുസ്ലിം ലീഗ്, ഈ മുസ്ലിം ലീഗ് മതേതര മുസ്ലിം ലീഗ്, മറ്റേ മുസ്ലിം ലീഗ് വർഗീയ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് അല്ലെ ഈ മുസ്ലിം ലീഗ്. ഞങ്ങളെ നല്ല ഒന്നാന്തരം കുത്തരി ചോറാണ് തിന്നുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടാലും കണ്ടാലും ഒക്കെ മനസ്സിലാവും. ഞങ്ങളിത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വർഗീയവാദിയായത്. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് കുറെ എണ്ണം മതേതരവാദിയായത്. മതമല്ല പ്രശ്നം, വയറിന്റെ വിശപ്പാണെന്ന് ചേച്ചിയോട് ആര് പറഞ്ഞു? ചേച്ചിയുടെ പാർട്ടി നേതാവല്ലേ ഈ പറയുന്നത്? കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ചോദിക്കട്ടെ, എണ്ണമാണല്ലോ ഭരണം തിരിച്ചു പിടിക്കാനെയും ഒരു സംശയക്കാര്യത്തില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നാണമുണ്ടോ മാഡം? യു ആർ എ വുമൺ, ഒരു സ്ത്രീ, ഇറ്റ്സ് എ ബോൾഡ് വൺ. ജന്മം കൊടുക്കാൻ സാധിക്കുന്നവൾ, ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് അതിനെ വളർത്തി അതിനെ പ്രസവിച്ച് അതിനെ മുലയൂട്ടി വളർത്താൻ കെൽപ്പുള്ള, പ്രസവ വേദന വരെ സഹിക്കുന്ന ശക്തയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. ബാക്ക് ബോൺ, ദാറ്റ് മച്ച് സ്ട്രോങ്. പക്ഷെ നിങ്ങൾ അപമാനമാണ്. ആദ്യം ഇവനെ പറഞ്ഞ് തിരുത്തണം. വെള്ളാപ്പള്ളിയെ നമുക്ക് തിരുത്താം, വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റും ശരിയൊക്കെ നമുക്ക് തിരുത്താം. ആദ്യം സ്വന്തം വീട്ടിലുള്ളവനെ തിരുത്തിയിട്ട് വേണം നാട്ടുകാരെ ഇറങ്ങി മതേതരത്വം പഠിപ്പിക്കാൻ. ഇനി മാഡം പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ SNDP. ഈ SNDPയുടെ ആദ്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ കുമാരനാശാനാണ്. കുമാരനാശാൻ 1921 വർഗീയ കലാപം, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത മലബാർ വർഗീയ കലാപം, അത് നേരിട്ട് കണ്ട് ഒരു കവിത എഴുതി. അതിന്റെ പേരാണ് ദുരവസ്ഥ. ഒന്ന് വായിക്കാമോ അതിലത്തെ 4 വരി? മാഡത്തിന് പറയാൻ പേടിയുണ്ടാവും, കൈയും കാലും വിറയ്ക്കും. നട്ടലില്ലാത്തവരാണ് നിങ്ങൾ. മൊണ്ണപ്രസംഗത്തിന് കൊള്ളാം, മൊണ്ണപ്രസംഗത്തിന് മാത്രം നിങ്ങളെ കൊള്ളാം. നിങ്ങളെയും കൊള്ളാം, സണ്ണി കാപ്പിക്കാടിനെയും കൊള്ളാം. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഹന്ത ആശ്ചര്യമാണ്. നിർബന്ധിച്ചു ഹിന്ദുക്കളെ കൊണ്ട് തൻ തല തൊപ്പിയിടുവിച്ചു, പന്തിയിൽ മാംസം ഭുജിപ്പിച്ചും പാവം തൻ ശിഖ മുറിച്ചും പൂണൂൽ പൊട്ടിച്ചും അല്ലാവിൻ മന്ത്രമോദിച്ചും വെറുതെ വല്ലാത്ത ക്രൂരത കാട്ടിടും നീചരാ മുഹമ്മദിയർ. ഇത് പറഞ്ഞത് SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാനാണ്. മാഡത്തിന് ധൈര്യമുണ്ടോ? നട്ടലുണ്ടോ? ഉളുപ്പെങ്കിലും ഉണ്ടോ ഇപ്പൊ വന്നു നിന്നിട്ട് ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കാൻ? നിങ്ങൾക്ക് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഏകാധിപതികൾ ആരാന്ന് വെച്ചാൽ കിം ജോങ് ഉന്നും പിന്നെ ചത്ത് മണ്ണടിഞ്ഞ ഖൊമേനിയുമാണ്. ഈ ഖൊമേനി പൊന്നുതമ്പുരാനാണെന്നും ഈ ഖൊമേനിയെ കൊന്നതെന്തോ പാപമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ എന്തോരം ബഹളം നടക്കുന്നത്. നട്ടലും നാവും. നിങ്ങളൊരു സ്ത്രീയല്ലേ? അവിടെ തട്ടത്തിന്റെ പുറത്തൂടെ ഇത്തിരി മുടി പുറത്ത് കണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ തലതല്ലി പൊളിച്ച നാട്, സ്ത്രീകളെ ജയിലിലിട്ട് ക്രൂരമായി കൊന്ന നാട്,
കന്യകമാരെ ബലാത്സംഗം ചെയ്തിട്ട് വേണം അവർക്ക് വധശിക്ഷ നൽകാനെന്ന് പറഞ്ഞ ഒരു ക്രൂരനായ ഭരണാധികാരി. തന്റെ 40 വർഷത്തെ ഭരണം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ നീചൻ ചെറ്റയാ. അവൻ ചത്തപ്പോൾ അവൻ പുണ്യാളനായി, പൊന്നുതമ്പുരാനായി. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മേഡം? നിങ്ങൾ 24 മണിക്കൂറും ഇന്ത്യൻ ജനാധിപത്യം മെരിച്ചെന്നും മെരിപ്പിച്ചത് മോദിയാണെന്നും സംഘപരിവാർ ഫാസിസ്റ്റുകളാണെന്നും ഒക്കെ പറയുന്ന സണ്ണി കാപ്പിക്കാടും ഇനി നിങ്ങളും ഒരു തവണയെങ്കിലും ഒരു ഉളുപ്പെങ്കിലും ഒരു മനുഷ്യനായിട്ടെങ്കിലും ഒരു പുഴുവിനുള്ള ഒരു നാണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഖൊമേനി ഒരു ഏകാധിപതിയാണെന്നും ഒരു ഏകാധിപതിയെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നും ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റും. ഒരു പ്രസ്താവന. നട്ടലും ഉളുപ്പുമില്ലാത്ത ജീവികൾ നിങ്ങളൊക്കെ മൊണ്ണപ്രസംഗങ്ങൾ നടത്തി വേദിയിൽ കയ്യടി മേടിക്കുന്നു. ആഹാ, ഇത് കേട്ടിട്ട് ആൾക്കാർക്ക് കോൾമേര് കൊള്ളൂ. പിന്നെ എന്ത് പുണ്യം ചെയ്ത കൊണയാണ് നിങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ്? മാധവിക്കുട്ടി എന്ന മലയാളത്തിന്റെ കവയത്രിയെ തട്ടിയെടുത്തുകൊണ്ടുപോയി മതപരിവർത്തനം ചെയ്യാൻ കോടികൾ മേടിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്ന നിങ്ങളുടെ ഒരു പൊന്നു തമ്പുരാനുണ്ടല്ലോ, പഴയ MP. കേട്ടുവെക്ക് വേണേ. മരിക്കുന്നതിന് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ. മാധവിക്കുട്ടി ആകെ പറഞ്ഞത്, മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത്, അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ. അങ്ങനെയാണ് സാദിഖലിയായത്. സാദിഖലിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല. കമൽ കോലം വേഷമൊക്കെ ഏതാണ്ട് ആളാരാണ് എന്ന് ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു. പക്ഷെ പേര് വേറെന്താ? അക്ബർ അലിയോ വേറെന്തോ ഒരു പേര് കൊടുത്തു. അക്ബർ അലിയും സാദിഖലിയുമല്ല, ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത്? ഇത് ചെറിയ കാര്യമാണോ? വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാവും. പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കാന്ന് പറഞ്ഞു. എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യാം. എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാന്ന് പറയാം. ഇന്നു മുതൽ 10ാം ദിവസം എന്റെ ഭാര്യയാവും. അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവര് മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ കേൾക്കുന്നത് അവർ മതം മാറി, അവർ മുന്നോട്ട് പോയി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്. കഥ എന്നല്ല, സത്യം. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $10 ലക്ഷം $10 ലക്ഷം ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ? എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആഫീസ് പൊട്ടിക്കാൻ ഈ ഒരു ഒറ്റ ഇഷ്യൂ മതിയായിരുന്നല്ലോ. എന്താ ഇത്രയും നാണം കെട്ടൊരു പാർട്ടിയാണ് നിങ്ങളുടേത്. നാറിപ്പുഴുത്ത, മതം മാത്രം ചിന്തിക്കുന്ന, മതം മാത്രം തിന്ന് ജീവിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യം ഭരിക്കുമ്പോൾ, കഴിഞ്ഞ 75 വർഷമായി കേരളവും ഭരിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നോ ഈ നാട്ടിൽ വിശപ്പാണ് വലിയ പ്രശ്നമെന്ന് പറയുമെന്ന്? ഇത്രയും നാണോ മാനോ ഇല്ലാത്ത, ഇന്ത്യയെ വിഭജിക്കാനായിട്ട് കൂട്ടുനിന്ന ആ പാർട്ടിയുടെ അതേ പേര് തന്നെ ഇട്ടിരിക്കുന്ന നാണക്കേടിന്റെയും നാറിത്തരത്തിന്റെയും വർഗീയതയുടെയും വിഷത്തിന്റെയും ആണിക്കോലായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വക്താവായി നിന്നുകൊണ്ടാണോ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന് മുന്നിൽ വെച്ചിട്ട് മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് മുഴുവൻ നിങ്ങൾ പുഴുങ്ങിക്കൊടുത്ത സ്യൂഡോ സെക്യുലറിസം, നുണ മതേതരത്വം, കപട മതേതരത്വം പേറി നടക്കുന്ന മന്ദബുദ്ധികൾ ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ ബഹുമാന്യനായ അംബേദ്കർ ഭരണഘടനയിലൂടെ ഞങ്ങൾ ഉൾപ്പെടുന്ന ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സംവരണങ്ങളിൽ നിന്നും പെർസെൻറ്റേജുകൾ തട്ടിയെടുത്തപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ അവർണരുണ്ട് എന്ന്? കൂടെ ഇരിക്കുന്ന സണ്ണി കാപ്പിക്കാരനൊന്നും ചോദിച്ചു നോക്കിയേ. നിങ്ങളിൽ എങ്ങനെയാണ് OBC ഒക്കെ വന്നത്? നിങ്ങളിൽ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ട്രൈബൊക്കെ വന്നത്? നിങ്ങൾ ആരെ കാല് നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചെടുത്തിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ ഒറ്റിയത്? ഇന്നും അതൊന്നും അറിഞ്ഞുകൂടാതെ നിങ്ങൾ വിരിച്ചു തരുന്ന, നിങ്ങൾ കാണിച്ചു തരുന്നതാണ് മതേതരത്വം എന്ന് നമ്പി നിന്റെയൊക്കെ പുറകെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പണം കൊണ്ട് നിങ്ങൾ പിടിച്ചെടുത്ത ആൾക്കാർ, ഗുരുവായൂരപ്പനെയും തങ്ങളെയും ഫോട്ടോ ഒരുമിച്ച് വീട്ടിൽ വെച്ച് പൂജിക്കുന്നവർ, ഒരു തവണയെങ്കിലും രാജ്യത്തിന് നേരെ നടന്ന തീവ്രവാദ ആക്രമണങ്ങളെ അപലപിക്കാൻ തയ്യാറാവണം. പലസ്തീനിലും ഇറാനിലും ചത്തു വീഴുമ്പോഴല്ല നിങ്ങളുടെയൊക്കെ ഹൃദയം പൊടിയേണ്ടത്, പഹൽഗാമിൽ ചത്തു വീഴുമ്പോഴായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ സുരക്ഷയിലാണ് നിങ്ങൾക്ക് സംശയം, ഇന്റലിജൻസ് ബ്യൂറോയിൽ സംശയം. ചെയ്ത നായ്ക്കളൊക്കെ പുണ്യാളച്ചന്മാരും. പണ്ട് തുർക്കിയിൽ ഖലീഫയെ പുറത്താക്കി എന്നതിന്റെ പേരിലായിരുന്നു മലബാറിൽ 10,000 ഹിന്ദുക്കളെ വെട്ടിക്കൊന്നതും മതപരിവർത്തനം ചെയ്തത്. 75 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാണോ തോന്നിയത് ഈ നാട്ടിൽ പിന്നോക്ക വിഭാഗക്കാരുണ്ട്, ദളിതരുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇവർക്കൊക്കെ വീടുകളില്ല, ഇവരൊക്കെ ദാരിദ്ര്യത്തിലാണ്, ഇവരൊക്കെ പട്ടിണിയിലാണ്, ഇവരൊക്കെ അടിച്ചമർത്തപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നിയത്? അതും BJP വന്നപ്പോൾ.
സംഘപരിവാർ ശക്തി പ്രാപിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്, അയ്യോ നമ്മുടെ നാട്ടിൽ കുറെ ദളിതരുണ്ട്. സണ്ണി കാപ്പിക്കാടനും ശ്യാംകുമാറിനും അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഞാനല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഇനിയും കുറെ ദളിതരുണ്ടേ, അവരെ സംരക്ഷിക്കണമേ, അവരെല്ലാരും സംഘപരിവാറിലോട്ട് പോവേ, സംഘപരിവാറിൽ പോവല്ലേ, അത് ബ്രാഹ്മണ്യ മതമാണ്. എന്തൊക്കെ നാടകമാണ് കളിക്കുന്നത്. ഇനി തൊട്ടടുത്തിരിക്കുന്ന സണ്ണി കാപ്പിക്കാടിനോട് കൂടിയാ പറയുന്നത്, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഊള പാർട്ടി, ഇവന്റെയൊക്കെ തന്ത പാർട്ടി ഉണ്ട്, പണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയ തന്ത പാർട്ടി. ഈ തന്ത പാർട്ടി പണ്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരാൻ തന്നെ അവർ മടിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ബഹിഷ്കരിച്ചിരുന്നു. എന്തിനാണെന്ന് എനിക്ക് വല്ലതും അറിയാമോ? പാകിസ്ഥാൻ രൂപീകരിച്ച് കിട്ടാത്തതിൽ മനംനൊന്ത്. ആ മനസ്സാണ് ഇന്നും മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നും ഇനിയൊരു പച്ച കഷ്ണം കൂടി മുറിച്ചെടുക്കാനായിട്ട് ഇന്ത്യയിൽ പണ്ട് എങ്ങോ പാകിസ്ഥാനിലോട്ട് പറിച്ചു നട്ട ആ വിഷമരത്തിന്റെ ബാക്കി വന്ന ശേഷിപ്പാണ് ഇപ്പോൾ ഇവിടെ അവശേഷിച്ചിരിക്കുന്ന മുസ്ലിം ലീഗ്. കോൺഗ്രസിനോടും വിയോജിപ്പുണ്ടായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിൽ ഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരായിരുന്നു, അതും ഹിന്ദുക്കളായിരുന്നു. അങ്ങനെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനായിരിക്കും നടക്കുന്നത്. എന്നിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പാകിസ്ഥാനും ബംഗ്ലാദേശും കിട്ടി. നിങ്ങൾ എത്ര ശതമാനം ഉണ്ടായിരുന്നു? എന്നിട്ടും ഈ പാവ ഹിന്ദുക്കളെ ഇത്രയൊക്കെ പറഞ്ഞ് മതേതരത്വം പറഞ്ഞ് വാഴയ്ക്കൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് നിങ്ങൾക്ക് അന്ന് കോൺഗ്രസിനോട് എതിർപ്പ്, നിങ്ങളുടെ തന്ത പാർട്ടി മുസ്ലിം ലീഗിന്. 1946 ഡിസംബർ 9 നടന്ന ഭരണഘടനയുടെ സമ്മേളനം നിങ്ങൾ ബഹിഷ്കരിച്ചു. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആക്ഷൻ ഇറങ്ങി, നാട് മുഴുവൻ കലാപം നടത്തി, വർഗീയ കലാപം നടത്തി, ആളുകളെ കൊന്നു, കൊല വിളിച്ചു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ രാജ്യത്ത് മതവിഷം വളർത്തുന്ന, മതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, കുരയ്ക്കുന്ന, ഉടുക്കുന്ന വസ്ത്രത്തിലും തിന്നുന്ന ഭക്ഷണത്തിലും ഹിന്ദുക്കൾ ഇത്തിരി പശുമാംസം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റാത്തത്. കോഴിയായാലും ആടായാലും പോത്തായാലും ഹലാൽ അല്ലാത്തത് നിങ്ങൾ ആരും തൊടൂല, ഹലാല് മാത്രമേ തൊടുള്ളൂ. ആ നിങ്ങൾക്ക് മതേതരത്വം, നിങ്ങൾക്കാണ് ഭക്ഷണത്തിൽ ആരും മതം കലർത്തല്ലേ. നിങ്ങൾക്ക് നാണമുണ്ട് ഈ മൊണ്ണപ്രസംഗം നടത്തിയിട്ട് ഈ കുറെ എണ്ണം ഇരുന്ന് കൈയടിക്കുന്നല്ലോ. ഈ സണ്ണി കാപ്പിക്കാട് ഉൾപ്പെടെ ഇരിക്കുന്നവർ അവിടെ ഇരുന്ന് പുകഴ്ത്തുന്നല്ലോ. അവിടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല, എന്നിട്ട് മതേതരത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഗുരു മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഗുരുവും ഹിന്ദുക്കളും എങ്ങനെയാണ്. മുഹമ്മദ് നബി ഇനി എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണോ പുള്ളിയുടെ കാലഘട്ടത്തിൽ പുള്ളി ചെയ്ത് കൂട്ടിയിട്ടുള്ളത്, പുള്ളിയുടെ ചരിത്രം എന്താണെന്നോ ഒന്നും അറിയില്ലെങ്കിലും പുള്ളി ആരാധിക്കുന്ന കുറെ പേർ ഈ നാട്ടിലുണ്ടല്ലോ, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞു ഗുരു അല്ല ആരായാലും നല്ലൊരു മനുഷ്യൻ എന്നങ്ങ് പറയും. അത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ദൈവമായിട്ട് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളതാണ്. കാരണം എന്താ അറിയോ, ഞങ്ങളല്ലേ ഈ ഭൂമിയിലുള്ളൂ, ബാക്കി മതങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ട മതങ്ങളാണല്ലോ, മെനിഞ്ഞാന്നുണ്ടായതാണല്ലോ. ആ ഇന്നലെ ഉണ്ടായ ഇളയ കുട്ടിയോട് മൂത്ത കുട്ടികൾക്ക് ഒരു ചെറിയ വാത്സല്യം ഉണ്ടാകും. ആ വാത്സല്യമാണ് ഗുരു അങ്ങനെ കാണിച്ചത്. അങ്ങനെ ഇന്നലെ ഉണ്ടായ ഇളയ പുത്രന് വിഷമമാവണ്ടല്ലോ എന്ന് കരുതി അതിനു മുമ്പുണ്ടായിരുന്ന മൂത്ത പുത്രൻ ആ ഇളയ പുത്രനെ ഒന്ന് ആശ്വസിപ്പിച്ച് സ്നേഹവാത്സല്യത്തോടെ ഒന്ന് പാടിക്കൊടുത്തതാണ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ എന്ന്. അത്രയും സ്നേഹമുള്ള, അങ്ങനെയൊക്കെ ഇസ്ലാം മതത്തിനെയും നബിയെയും ഒക്കെ സ്നേഹിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള 50% നിന്നും നിങ്ങൾ എന്തിനാണ് ഈ കട്ടുമൊട്ടിച്ചൊക്കെ ഇതെടുത്തത്? എന്തിനാണ് അതിന്റെ ആവശ്യം? അത് തിരിച്ചു തന്നൂടെ? 1921 നടന്ന മതവർഗീയ കലാപം വർഗീയ കലാപം തന്നെയാണെന്ന് സമ്മതിച്ചാൽ നിങ്ങൾക്ക് എന്താ? കുമാരനാശാനും അംബേദ്കറും പറഞ്ഞതിന് മേലെയാണോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ കുറെ നിങ്ങളുടെ നേതാക്കളെ പേര് പറഞ്ഞല്ലോ, ഇല്ലാത്ത അവന്മാർക്കൊന്നും ചേരാത്ത പുണ്യ വാക്കുകളൊന്നും എടുത്ത് വിളമ്പണ്ട. എല്ലാ എണ്ണവും മതവിഷങ്ങളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ സണ്ണി കാപ്പിക്കാട്. എന്റെ സണ്ണി കാപ്പിക്കാട് അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ് മലബാർ റെബലിനെ പറ്റി, മലബാർ കലാപത്തെ പറ്റി, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ ആ വേദിയിൽ? നട്ടലുണ്ടോ നിനക്കൊക്കെ രണ്ടെണ്ണത്തിനും? അവരും മതേതരത്വം നാട്ടുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാൻ കിട്ടാഞ്ഞിട്ട് നിങ്ങളുടെ തന്ത പാർട്ടി ഉണ്ടല്ലോ, മറ്റേ മുസ്ലിം ലീഗ്, അവന്മാർ ഈ നാട്ടിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചപ്പോൾ കൊല ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളൊക്കെ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ. മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ ഉടനെ മതേതരത്വത്തിലോട്ട് ഓർമ്മ വരണം, മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ മതേതരത്വത്തിന്റെ പുണ്യമായിട്ട് ഓർമ്മ വരണം. നിങ്ങളാണല്ലോ നാട് ഭരിച്ചത്, കോൺഗ്രസ് എന്നാൽ നിങ്ങളാണല്ലോ, അതല്ലേ ഈ പറയുന്നത്. മുസ്ലിം ലീഗാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ലീഗിന് അഹിതമായതൊന്നും കേരളത്തിൽ നടക്കില്ലെന്നുമാണ് ഇബ്രാഹിം കുഞ്ഞ് തുറന്നടിച്ചത്. നമ്മളത് സമ്മതിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പോലും സത്യം അതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് പാർട്ടിക്ക് അഹിതമായ ഒരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത് അനുഗ്രഹിച്ച് ഇപ്പോൾ നടക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ പ്രവർത്തകരും നമ്മുടെ അംഗങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. നമ്മളാണ് ഭരിക്കുന്നത്, നമ്മളാണ് ഇത് കൊണ്ടു നടക്കുന്നത്, നമ്മളാണ് ഇതിന്റെ കാര്യകർത്താക്കൾ. സണ്ണി കാപ്പിക്കാട് ഇപ്പൊ മത്സരിക്കാൻ ഇറങ്ങി MLA ആയിട്ട് എന്ത് കാര്യം? PD സതീശൻ മത്സരിച്ച് MLA ആയിട്ട് എന്ത് കാര്യം? ബാക്കിയുള്ളവരൊക്കെ മത്സരിച്ച് MLA ആയിട്ട് എന്ത് കാര്യം? ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്.
അവരുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ്. അവർക്ക് വേണ്ടുന്നതാണ് അവർക്ക് കിട്ടേണ്ടത്. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് SNDPയും NSSും കുറെ കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ട്? അതേസമയം മുസ്ലിം മാനേജ്മെന്റിൽ എത്ര കോളേജുകളുണ്ട്? ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ എത്ര കോളേജുകളുണ്ട്? ഈ ഒരു ചേരിതിരിവ് ഇവിടെ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അപ്പൊ സമത്വം ഒന്നും തോന്നിയില്ലേ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് സമത്വം വേണമെന്നോ അല്ലെങ്കിൽ ആവശ്യത്തിന് കോളേജുകൾ ഹിന്ദുക്കൾക്കും കൂടി വേണമെന്നോ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ? ഇത്രയും വൃത്തികെട്ട രീതിയിൽ മതം കൊണ്ട് കളിച്ച്, മതം കൊണ്ട് രാഷ്ട്രത്തെ വെട്ടിമുറിച്ച്, മതം കൊണ്ട് ആനുകൂല്യങ്ങൾ മേടിച്ച്, തിന്നുന്നതിലും ഉണ്ണുന്നതിലും ഉറങ്ങുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും വരെ മതം 24 മണിക്കൂറും കുത്തി നിറച്ച് നടക്കുന്ന മുസ്ലിം ലീഗിൽപ്പെട്ട മതവർഗീയ വിഷജീവികളെല്ലാം കൂടെ സ്റ്റേജിൽ കയറി നിന്ന് ഗുരുവിനെയും പുകഴ്ത്തി, ഗുരുവിന്റെ വാക്കുകളെയും പുകഴ്ത്തി സണ്ണി കാപ്പിക്കാടിനെ ദളിതർക്ക് വേണ്ടി അങ്ങോട്ട് ഉദ്ധരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന തഖിയ ഞങ്ങൾക്കാർക്കും മനസ്സിലാകില്ല എന്ന് നിങ്ങൾ കരുതിയോ? ഈ നാട്ടിലുള്ള ദളിതരൊക്കെ ഇനി എന്ത് കണ്ടിട്ടാണ് ഈ സണ്ണി കാപ്പിക്കാടൊക്കെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇനി മത്സരിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്? ചുമ്മാ അവനൊന്നും സീറ്റ് കൊടുക്കാത്തത്. ഇവനൊന്നും ജയിച്ചിട്ട് കാര്യമില്ല. നിയന്ത്രിക്കുന്നത് ഈ മേഡവും ഈ മേഡത്തിന്റെ പാർട്ടികളും തന്നെയാണ്. അവർ പറയുന്നിടത്തേ കാപ്പിക്കാട് കുത്തത്തുള്ളൂ. പിന്നെ ഈ എല്ലാവർക്കും കൊടുക്കുമ്പോഴേ പട്ടിക്ക് എല്ലും കഷ്ണം കൊടുക്കുന്ന നമുക്ക് ഇറച്ചി എല്ലാം തിന്നിട്ട് ഒരു എല്ലും കഷ്ണം നമുക്ക് എറിഞ്ഞു തരും ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അതെല്ലാം കൂടെ പോയി കപ്പി തിന്നണം. എന്നിട്ട് നമ്മളെ മുഖത്ത് നോക്കി ഒരു ഭാഷയും കൂടെ പറയും, ദളിതരോടുള്ള ഞങ്ങളുടെ സ്നേഹം. മുസ്ലിം ലീഗും കോൺഗ്രസും 10-75 വർഷം ഈ രാജ്യം ഭരിച്ചിട്ട് ദളിതരും മുഴുവൻ ഇപ്പോൾ 2 നില വീടും AC കാറും വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവുകളൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ് ആണല്ലോ. രാഷ്ട്രീയത്തിൽ നിർണായക ശക്തി വാഴയ്ക്കാണ്. നമ്മൾ വാഴയ്ക്ക നിർണായക ശക്തി. 2011 സെൻസസിൽ ആകെ 11% ഉള്ളൂ കേരളത്തിൽ ദളിതർ, 1% ഷെഡ്യൂൾഡ് ട്രൈബും. അതൊക്കെ കൺവേർട്ട് അടിച്ച് പോയി. അതിനു വേണ്ടിയിട്ടാണല്ലോ സണ്ണി കാപ്പിക്കാടൊക്കെ ഹിന്ദു മതത്തിൽ മാത്രമേ ജാതി ഉള്ളെന്ന് പറഞ്ഞ് ഏത് വേദി കിട്ടിയാലും ജാതി മാത്രം പ്രസംഗിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുണ്യാളച്ചന്മാർ, നമ്മൾ മാത്രം എന്തോ മോശപ്പെട്ട മതത്തിൽ ജനിച്ചത് എന്ന് പോലെ പറയുന്നത്. അവന്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയപ്പോൾ ഇതിലും പൂഴ്ത്ത സാധനം. എന്നിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വിഘടിച്ച് പല കഷ്ടങ്ങളായി ദളിത് ക്രിസ്ത്യാനി മറ്റതൊക്കെ ആയാലേ രാഷ്ട്രീയത്തിൽ നമ്മൾ നിർണായക ചേമ്പാണ്. നമ്മൾ നിർണായക ചേമ്പ്, മനസ്സിലായല്ലോ? ഇവനൊക്കെ ഈ ചേരിയിലൊക്കെ നിന്ന് മത്സരിക്കുന്നതൊക്കെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഞാനല്ലല്ലോ പറഞ്ഞത്, ഞാനല്ലല്ലോ. എന്നിട്ട് ഞങ്ങളെയൊക്കെ മതേതരത്വം പറഞ്ഞു പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് ഇന്ത്യയെ കീറി മുറിച്ച പാർട്ടിയുടെ അതേ പേരിൽ തന്നെ കേരളത്തിൽ നടക്കുന്ന പാർട്ടി. ദളിതരെ ഉന്നമനിപ്പിച്ചോളാൻ വയ്യ. 75 വർഷം ഭരിച്ചിട്ട് ഇപ്പോഴാണ് ദളിതരെ കണ്ടത്. അഴുക്കം. ജയ് ഹിന്ദ്.